ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ലിജി എന്നാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തിയും കുഞ്ഞുവാവയും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം പിള്ളേർ ഇവർ വരുന്നതും വെയിറ്റ് ചെയ്ത് കുറേ നേരമായിട്ട് കുഞ്ഞുവാവ എന്ത് എത്താറായോ എന്നൊക്കെ ചോദിച്ചിരിക്കുക. അതിനൊരു കാരണമുണ്ട്. ഇവർ കുഞ്ഞിനെ ഇപ്പോഴാണ് കാണുന്നത്. ഹോസ്പിറ്റലിൽ നമ്മൾ കൊണ്ടുപോയിട്ടുമില്ല. ഫോട്ടോസ് കാണുന്നുണ്ട്, വീഡിയോസ് കാണുന്നതെന്നല്ലാതെ ഇവർ നേരിട്ട് കാണുന്നത് ഇപ്പോഴാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇവരെ. ഹോസ്പിറ്റലായിരുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മളോട് പറയുമായിരുന്നു അവരെ കൂടെ കൊണ്ടുപോകുമോ, അവർ വഴക്കുണ്ടാക്കത്തില്ല, ഒച്ചയിടത്തില്ല, ബേബിയെ തൊടത്തില്ല, മടി വെക്കണമെന്ന് പറയത്തില്ല. അപ്പം ഞങ്ങളെ കൂടെ കൊണ്ടുപോകാമെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞങ്ങൾ തന്നെ ഇച്ചിരി ഒളിച്ചും പാത്തുമൊക്കെയാണ് പോയി കാണുന്നതും അധികം സമയം അവിടെ സ്പെൻഡ് ചെയ്യാതെ പെട്ടെന്ന് ഇറങ്ങി പോരുകയും ഒരാളായിട്ട് കയറി ചെല്ലുകയും ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് ഇവരെ കൂടെ കൊണ്ടുപോയാൽ പിള്ളേരാണല്ലോ, എന്തൊക്കെ പറഞ്ഞാലും അവിടെ ചെന്ന് കഴിയുമ്പം കുറച്ച് ശബ്ദമൊക്കെ വന്ന് ഡിസ്റ്റർബൻസ് ആവുമെന്ന് വിചാരിച്ചാൽ അവരെ ഞങ്ങൾ കൊണ്ടുപോയില്ല. അപ്പം അതാണ് ഇവരെല്ലാത്തിനും ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ ഇങ്ങനെ പുറകെ നിൽക്കുകയാണ്. എടുത്തു തരണോ, അതെടുത്ത് വെക്കണോ, ബേബി തിങ്സ് കാറിൽ നിന്ന് എടുത്ത് വെക്കണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് ഇവർ രണ്ടുപേരും ആദ്യമായിട്ട് വീട്ടിലോട്ട് വരുവാണല്ലോ കുഞ്ഞുവാവയും കൊണ്ട്. അപ്പം നമ്മളൊന്ന് പ്രാർത്ഥിച്ച് ഒന്ന് ബ്ലെസ് ചെയ്തിട്ടാണ് നമ്മൾ വീട്ടിലോട്ട് കയറിയത്. അങ്ങനെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കുഞ്ഞുവാവയ്ക്കും കൊച്ചു അമ്മയ്ക്കും മാത്രമേ ബ്ലെസ്സിങ് ഉള്ളൂ, ജെർണങ്ങളിന് ബ്ലെസ്സിങ് ഒന്നും ഇല്ലേന്നാണ് ഇവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പം മിൽക്ക പറയുന്നു ജെർണങ്ങളുടെ ബ്ലെസ്സിങ് ഒക്കെ കഴിഞ്ഞു, പകുതി വഴി വരെ ഉള്ളായിരുന്നു, ഇനി എനിക്കും കുഞ്ഞിനും മാത്രമേ ഉള്ളതൊക്കെ. അപ്പോൾ ഞാൻ എവിടെയോ പോകാൻ വേണ്ടിയിട്ട് ധൃതിപ്പെട്ട് ഇറങ്ങുകയാണ്. ഇവർക്ക് റൂമിൽ പോയി കുഞ്ഞിൻ്റെ പാമ്പേഴ്സൊക്കെ മാറണം, ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. പക്ഷേ ഇവർ സമ്മതിക്കുന്നില്ല പിള്ളേർ. അവർക്ക് കുഞ്ഞിനെ ആദ്യം മടിയിൽ ഇരുത്തിയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇവർ വന്നപ്പോൾ ഇവർക്ക് ഡിസ്ചാർജിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയായി വീട്ടിലെത്താൻ ലേറ്റായി. അപ്പം വന്നിട്ട് ഞാൻ ചോറും കറിയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിക്കുകയാണ്. നല്ല വെയിലുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം കുഞ്ഞുവാവയും കൊണ്ട് കസേരയിൽ അവിടെ ഇരുന്നു. ഇച്ചിരി വെയിലൊക്കെ കൊള്ളുവാണെങ്കിൽ കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിള്ളേരുടെ മുടിയൊക്കെ വെട്ടണമായിരുന്നു. അപ്പം ജെറിൻ പറഞ്ഞു ജെറിനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ആ കോവിഡ് സമയത്ത് ഫ്രണ്ട്സിന് വെട്ടി കൊടുത്തും സ്വയമേ മുടി വെട്ടിയും ഒക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഒരുവിധം ഓക്കെയാണ് ചേച്ചി, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ ട്രൈ ചെയ്തതാണ്. എന്നാണെങ്കിലും ഫൈനൽ റിസൾട്ട് അടിപൊളിയാണ്. മൂത്തവൻ വെട്ടി കഴിഞ്ഞിട്ട് ഇളയാൾ വെട്ടത്തുള്ളൂ. അവൻ്റെ വെട്ടി തലമുടിയൊക്കെ നോക്കട്ടെ, നല്ല ഷെയ്പ്പാണോ, മെസ്സി കട്ടോ നെയ്മർ കട്ടോ ഏതാണ്ടൊക്കെ പറഞ്ഞു. പക്ഷേ അങ്ങനൊന്നും വന്നില്ലെങ്കിലും അടിപൊളിയായിട്ട് ഒത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇനി എപ്പം മുടി വെട്ടിയാലും ജെർണങ്ങൾ വെട്ടിയാൽ മതി, പുറത്തൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞ് ഇനിയുള്ള സമയത്തേക്കിനും പറഞ്ഞ് സെറ്റാക്കി വെച്ചേക്കും. അതുപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ രണ്ടാൾക്കുമേ. പിന്നെ നമുക്ക് ആമസോണിൽ നിന്നൊരു കുഞ്ഞിനെ കുളിപ്പിക്കുന്ന ഒരു സ്റ്റാൻഡ്, അതായത് നമ്മുടെ ഹൈറ്റിനൊത്ത് ഉള്ളൊരു സ്റ്റാൻഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഡെലിവറി കിട്ടിയായിരുന്നേ. അപ്പം ഞാൻ ഓർത്ത് അതും കൂടെ കാണിക്കാവുന്നത്. നല്ല യൂസ്ഫുൾ ആയിട്ടൊരു തിങ്ങാണ്. സൈഡിൽ നമുക്ക് പൗച്ചസൊക്കെ ഉണ്ട്. പിന്നെ നല്ല ക്വിക്ക് ഡ്രൈ മെറ്റീരിയലാണ്. അതിന് ശേഷം നമുക്കൊരു ചെറിയ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നൊരു കാര്യം കടയിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് സമ്മറൊക്കെ ആയതുകൊണ്ട് കുറച്ച് പ്ലാന്റ്സൊക്കെ നടാനുണ്ടായിരുന്നു. പിന്നെ ഇത് കുറച്ച് ഹാങ്ങിങ് പോട്ട്സ് ആണ്. ഇതിൻ്റെ അകത്ത് പലതരം ടൊമാറ്റോസാണ്. പിന്നെ പല ബീഫ് ടൊമാറ്റോ, ചെറി ടൊമാറ്റോസ്, അങ്ങനെ കുറേ ടൊമാറ്റോസിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ സ്ട്രോബെറീസ്, ചില പോട്ടിൽ വിത്ത് സ്ട്രോബെറി ആയിട്ട് തന്നെ ഉണ്ടായിരുന്നേ. പിന്നെ നടാനുള്ള പലതരം കമ്പോസ്റ്റുകളുണ്ട്. ഇതാണ് നമ്മൾ മേടിച്ച ട്രീ കേട്ടോ, മേപ്പിൾ, ജാപ്പനീസ് മേപ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ. പല ഓട്ടം സീസണൊക്കെ വരുമ്പം നല്ല കളറൊക്കെയുള്ള ലീഫ് വരും അതിന്. അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസ്, പാല്, പിന്നെ പിള്ളേർക്ക് സ്കൂളിലേക്കിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വേണമായിരുന്നേ, അവർക്ക് ടിഫിൻ്റെ അകത്ത് കൊണ്ടുപോകാനുള്ളത്. അപ്പം അതെല്ലാം നമ്മൾ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇല്ലെങ്കിൽ ഇപ്പം നമ്മൾ മേടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഇറങ്ങേണ്ടി വരും. ഇത് പിന്നെ കാർ സീറ്റ്, കാർ മാറ്റ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. നല്ല മാറ്റായിരുന്നു. ഒരു സെറ്റിൻ്റെ അകത്ത് 2 എണ്ണം, പിന്നെ കാർ സീറ്റും കൂടെ. നല്ല ഇതായിട്ട് ഉള്ള പ്രൊഡക്റ്റായിട്ട് തോന്നി കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ താരം മത്തിയാണല്ലോ. അയർലൻഡിൽ
ലിഡിൽ ഷോപ്പിൽ മത്തി അവൈലബിൾ ആണ്. നമുക്ക് ഫ്രോസൺ മത്തി കിട്ടും. ഒരു പാക്കറ്റിന് 4.49 തോന്നുന്നു അതിൻ്റെ റേറ്റ്. നമ്മളൊരു 2-3 പാക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം എല്ലാവരും നമ്മൾ മേടിക്കുന്നത് കൊണ്ട് നമുക്ക് ഇനി നെക്സ്റ്റ് ടൈം വരുമ്പം കിട്ടുമോയെന്ന് അറിയത്തില്ല. അപ്പം നമ്മൾ 2-3 ഒരുമിച്ച് എടുത്തു. അപ്പോൾ അവിടെ നിന്ന് ബില്ലൊക്കെ ചെയ്തിട്ട് നമ്മൾ ടോയ് മാസ്റ്റർ എന്ന് പറഞ്ഞൊരു ഷോപ്പിലോട്ടാണ് വന്നത്. ആക്ച്വലി നമ്മളിവിടെ വന്നത് പിള്ളേർക്ക് ഒരു പെയർ ക്രിക്കറ്റ് ബാറ്റും ബോളും ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ നമുക്ക് അവിടെ അവൈലബിൾ അല്ലായിരുന്നു അത്. അപ്പം ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും നമ്മൾക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്രിക്കറ്റ് ബാറ്റും ബോളും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് നമ്മൾ നോക്കുന്നത്. ഈ അയർലൻഡിൽ എവിടെയെങ്കിലും അവൈലബിൾ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണേ. പിന്നെ ഈ കട കയറിയപ്പം ഇതൊന്നും കാണിക്കാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയും നല്ല വൈഡ് കളക്ഷൻ ഉണ്ടായിരുന്നു ന്യൂ ബോൺസിന് വേണ്ടിയിട്ടുള്ളത്. ഇങ്ങനെ ക്രാഡിൽസ്, ഫീഡിങ് ടേബിള്, പോട്ടി ട്രെയിൻ ചെയ്യേണ്ട കുഞ്ഞുങ്ങൾക്ക് അതിനുള്ള സെറ്റ്, ക്ലോസറ്റിൻ്റെ സീറ്റ് കവേഴ്സ്, പിന്നെ ചെറിയ ഫുഡ് സ്റ്റൂൾസ്, കുറേ നല്ല സോഫ്റ്റ് ടോയ്സ്, പിന്നെ കാർ സീറ്റുകൾ, ചെറിയ ഒരു 6 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇരുത്തി കുളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ടബ്ബ്, അങ്ങനെ കുറേ സാധനങ്ങൾ. ഇത് നമുക്ക് കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഇരുത്തിയിട്ട് ആട്ടാൻ വേണ്ടിയിട്ടുള്ള, എനിക്കതിൻ്റെ പേരറിയത്തില്ല, പക്ഷെ നല്ലൊരു സാധനം കേട്ടോ അത്. നമ്മൾ നാട്ടിൽ കൊടുത്താൽ കുഞ്ഞുങ്ങൾ അതിൻ്റെ അകത്ത് ഇരുന്നിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നോളൂ അനങ്ങാണ്ട്, വഴക്കൊന്നുമില്ലാതെ. ഇത് പിന്നെ ഔട്ട്ഡോർ പ്ലേ ഐറ്റംസൊക്കെയാണ് കേട്ടോ. സ്ലൈഡ്സും കുഞ്ഞു പിള്ളേർക്ക് വീടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിനൊക്കെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇത് കുറച്ച് ബുക്സ്, CDs, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പം നമ്മൾ ബാക്കി വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അടുത്ത ലക്ഷ്യം ആ മേടിച്ച മേപ്പിൾ ട്രീ ഇന്ന് തന്നെ നമുക്ക് നട്ട് വെക്കണം. അല്ലെ അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഇരുന്ന് പോകും, നമുക്കും മടിയാകും, പിന്നെ അത് മേടിച്ച് വെറുതെ ആയിപ്പോവും. അതുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അത് നടാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇറങ്ങിയത്. അത് നടുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് വളവും കൂടി ഇട്ടിട്ട് അത് നടുവാണെങ്കിൽ അത് സെറ്റാകുമെന്ന് ഞങ്ങൾക്കൊരു തോന്നലുള്ളതുകൊണ്ട് നമ്മൾ സാധാരണ എന്തോ നട്ടാലും ഈ ഫിഷ് ബോൺ മീൽ അതിൻ്റെ അകത്ത് ചേർക്കുമേ. അതൊരു നല്ല കാര്യം. ഫിഷ് ബ്ലഡ് ആൻഡ് ബോൺ എന്നാണ് അതിൻ്റെ പേര്. നമുക്ക് ഹോം ബേസിലും അങ്ങനെയുള്ള ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്നതാണ്. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല ചൂടുണ്ട്, സമ്മറൊക്കെ ആയല്ലോ. അപ്പം പിന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെ പാത്രത്തിൽ വെള്ളം വെച്ചേക്കും. കോഴികൾക്കോ കിളികൾക്കോ ഒക്കെ കുടിക്കണമെങ്കിൽ അവരാവശ്യം പോലെ അവിടെ വന്നിട്ട് വെള്ളം കുടിച്ചിട്ട് പൊക്കോളും. പിന്നെ ആ ഒരു മേടിച്ച ചെടി മാത്രമല്ല, നമുക്ക് 1-2 വേറെ ചെടികളും കൂടെ ഒക്കെ നടാനുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഗാർഡനിൽ അങ്ങനെ ഒത്തിരി ചെടികളൊന്നും നമ്മൾ വെച്ചിട്ടില്ല. നമുക്കങ്ങനെ ഇഷ്ടം തോന്നുന്ന, അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് അത് വേണമെന്നൊക്കെ ആഗ്രഹിച്ച് മേടിക്കുന്ന ചെടികൾ മാത്രമേ നമ്മൾ വെക്കാറുള്ളൂ. കിട്ടുന്ന എല്ലാം കൊണ്ടൊന്നും നടുന്നില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ആ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ ബാറ്റും ഒക്കെ എടുത്തുകൊണ്ട് വന്നു ഇവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അവിടെ നിന്ന് കുറേ നേരമൊക്കെ കളിച്ചു. കാരണം നല്ല വെതറാണല്ലോ, അപ്പോൾ നമുക്ക് എത്ര നേരം വേണമെങ്കിലും നിന്ന് കളിക്കാം. അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ, ഒത്തിരി നേരം ഒന്നും വെളി നിൽക്കാനും പറ്റത്തില്ല. ഈ ഓട്ടം നിങ്ങൾ കാണുന്നത് തുടരും സിനിമ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ലേറ്റായിപ്പോയി 10 മിനിറ്റ്. അതിന് ഓടി നമ്മൾ തിയേറ്ററിലോട്ട് എത്തി. എന്നോ ഭാഗ്യം കൊണ്ട് നമുക്ക് ആദ്യത്തെ സീനൊന്നും മിസ്സാവാതെ തന്നെ നമ്മൾ കറക്റ്റ് ടൈമിന് അവിടെ എത്തിയായിരുന്നു. നമ്മൾ സിനിമ കണ്ട് തിരിച്ചിറങ്ങിയിട്ട് നമ്മുടെ മോഹൻലാലിൻ്റെ സിനിമയ്ക്ക് ഒരു അഭിപ്രായം പറയാതിരിക്കുന്നത് എങ്ങനെയാണ്? നല്ലൊരു ഫീൽ ഗുഡ് മൂവി. നമ്മുടെ വിൻറ്റേജ് മോഹൻലാലിനെ നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണ് ഈ സിനിമയിലൂടെ. അപ്പം ഞങ്ങൾ ഈ വ്ളോഗ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് നോക്കിയിട്ട് വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ നല്ലൊരു കണ്ടൻറ്റുമായിട്ട് കാണും വരെ എല്ലാവർക്കും ഇറ്റ്സ് ബൈ ഫ്രം ലിജി. ബൈ ബൈ, ടേക്ക് കെയർ.